ഞാനിന്ന് വന്നേക്കുന്ന പച്ചമാങ്ങ വെച്ചുണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പച്ചമാങ്ങ കൊണ്ട് നമുക്ക് റോൾ ഉണ്ടാക്കാം. അതിന് വേണ്ടി 2 പച്ചമാങ്ങ വലുതിവിടെ കട്ട് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ പച്ചമാങ്ങ വേവിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസിലേക്ക്. നമുക്കിതിലേക്ക് പച്ചമാങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിവിടെ ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ആദ്യം മാങ്ങയിൽ ചേർത്ത വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കൂടെ വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് തിക്കായിട്ട് വരണം. ഇത് ഓവർ ലൂസായി പോകരുത്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിവിടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് ജെലാറ്റിനൊന്ന് വീഴ്ത്തി കൊടുക്കാം. ജെലാറ്റിൻ ഞാനിവിടെ ചെയ്ത് വെച്ചായിരുന്നു. നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അത് കട്ടി പിടിക്കാതെ നോക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിവിടെ അരിച്ചെടുക്കാം. ഓവർ കട്ടിയാവരുത്, ഓവർ ലൂസും ആവരുത്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയെടുത്തിട്ടുണ്ട്. അതേ പാൻ തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒന്നും കൂടെ ഒന്ന് ചേർത്ത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇളക്കിയെടുത്ത് കുറുക്കിയെടുക്കാം. ഇത് നമ്മൾ പച്ച മാങ്ങ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമുക്കിത് കളറിന് ഒരു പച്ച എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തോനെ ഇട്ട് കൊടുക്കരുത്, ഒരു ലേശം നമുക്കിതിന് ഇത്തിരി ഒന്ന്. ഇനി നമുക്കിതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിന് കൂടുതൽ ചേർക്കരുത്. ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച് ചൂടാറാൻ വയ്ക്കാം. നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരേ പാത്രങ്ങളിൽ നമുക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടാറിയിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരേ പാത്രങ്ങളിൽ ഇതൊന്ന് നിരത്തി കൊടുക്കാം. നമുക്കൊന്ന് നിരത്തി കൊടുക്കാം പാത്രത്തിലോട്ട്. ഇതിവിടെ നിരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കണക്ക് തന്നെ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇതിവിടെ 3 പാത്രങ്ങളിൽ നിരത്തി എടുത്തിട്ടുണ്ട്. ഇത് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് എടുക്കാം. ഇതിവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇതിവിടെ വളരെ ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാം. നല്ല നൈസായിട്ട് ഇത് കണക്ക് തന്നെ നമുക്കെല്ലാം ഒന്ന് ഇളക്കിയെടുത്ത് നോക്കാം.
ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാൻ കിട്ടുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നൈസ് കണക്കാണ് നമുക്കിതെല്ലാം ഇതിവിടെ കിട്ടിയേക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് മുറിച്ചൊന്ന് റോളാക്കി എടുക്കാം. ഇത് നമുക്കൊന്ന് റോളാക്കി എടുക്കാം. ഇത് രണ്ടെണ്ണം കട്ട് ചെയ്തത് ഞാൻ ഇവിടെ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിതെല്ലാം ഒന്ന് റോളാക്കി എടുക്കാം. ഇതെല്ലാം ഇവിടെ റോളാക്കി എടുത്തിട്ടുണ്ട്. പച്ച മാങ്ങ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മളെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ, അസ്സലാമു അലൈക്കും.